ആറടി മുളവടി കുറുവടി ഏന്തി കാക്കിനി കിറുവിട്ട് അമ്പലമുറ്റത്ത് അന്തി ഉറങ്ങുന്നവരെ കുറിച്ച് മലയാളി ധാരാളം കേട്ടിട്ടുണ്ട്, മലയാളിക്ക് അറിയുകയും ചെയ്യാം അതാരാണെന്ന്. അത് RSS എന്ന ഫാസിസ്റ്റ് സംഘടനയുടെ പ്രവർത്തനമാണ്. അത് പലപ്പോഴും പല ക്ഷേത്രമുറ്റങ്ങളിലുമാണ്. നമ്മുടെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന തരത്തിൽ അടിതടയും വടിതടയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ ഇവർ ഒത്തുകൂടുന്ന രീതിയുണ്ട്. ഈ രീതിയെ ആരും ഇന്ന് വരെ എതിർത്തിട്ടില്ല. അന്യമത വിദ്വേഷം അടിക്കടി പ്രചരിപ്പിക്കുന്ന, അത് നമ്മുടെ യുവാക്കളുടെ ആകെ മനുഷ്യരുടെ ആകെ രക്തത്തിലേക്ക് കുത്തിവെക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ തുടങ്ങിയിട്ട്, ക്ഷേത്രമുറ്റങ്ങളിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ആരും ചോദിച്ചില്ല, ഒരു ചാനലും ചർച്ചയ്ക്ക് വന്നില്ല, ഒരു VD സതീശനും ഒരു എതിരഭിപ്രായവും പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവിനും അതേക്കുറിച്ച് ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങിനിടയിൽ വിപ്ലവഗാനം ഒന്നാലപിച്ചപ്പോൾ എല്ലാവർക്കും ഹാലിളകി. ചാനലുകളിൽ ചർച്ചയോട് ചർച്ചയാണ്, അന്തിച്ചർച്ച. ക്ഷേത്രങ്ങളിൽ വിപ്ലവഗാനം പാടാമോ? ക്ഷേത്ര ഉത്സവ ചടങ്ങിനിടയിൽ വിപ്ലവഗാനം പാടിയാൽ എന്താണ് കുഴപ്പം? ഉത്സവാഘോഷങ്ങൾക്കിടയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന രീതി പണ്ടേ നമ്മുടെ മലയാള മണ്ണിലുണ്ട്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ, ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നാടകങ്ങൾ നമ്മുടെ ക്ഷേത്രമുറ്റങ്ങളിലെ ഉത്സവ പരിപാടികളിൽ പണ്ടേ നമ്മുടെ കാരണവന്മാരൊക്കെ ഇരുന്ന് കണ്ടതാണ്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. സാംബശിവൻ്റെയും കെടാമംഗലത്തിൻ്റെയും ഒക്കെ കഥാപ്രസംഗങ്ങൾ, ദേശീയ രാഷ്ട്രീയവും സാർവദേശീയ രാഷ്ട്രീയവും ഒക്കെ, മറ്റ് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ, ഇതൊക്കെ മലയാളി പഠിച്ചത്, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മലയാളി പഠിച്ചത് ക്ഷേത്രമുറ്റങ്ങളിൽ നിന്നാണ്, അമ്പലങ്ങളിൽ ഉണ്ടായിരുന്ന കലാരൂപങ്ങളിൽ നിന്നാണ്. ഇത്തരം കഥാപ്രസംഗം പോലുള്ള നാടകങ്ങൾ പോലുള്ള കലാപരിപാടികളിലൂടെ തന്നെയാണ്. ഇപ്പോൾ അലോഷി പാടുന്നു, അതും ക്ഷേത്രമുറ്റത്ത്. ആ പാട്ടിനെതിരെ ഘോരഘോരം പ്രതിഷേധവുമായി VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുന്നു, സംഘപരിവാർ പ്രതിഷേധിക്കുന്നു. അതിനപ്പുറം ചാനലുകളിലൊക്കെ ചർച്ചയോട് ചർച്ചയാണ്. പാട്ടിനിടയിൽ ബാക്ക്ഡ്രോപ്പിൽ ചെങ്കൊടി വന്നു എന്നാണ് മറ്റൊരു പരാതി. ആ പാട്ടുമായി ബന്ധപ്പെട്ട ചില രൂപങ്ങളാണ്, ചില ദൃശ്യങ്ങളാണ് അവിടെ ഇങ്ങനെ ബാക്ക്ഡ്രോപ്പിൽ LED വാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുക. അത് സ്വാഭാവികം. അതും ഒരു കലയുടെ ഭാഗം തന്നെയായി കാണേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയ പ്രവർത്തനമായി, അമ്പലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ അമ്പലമുറ്റത്ത് പ്രഭാതങ്ങളിൽ നടത്തുന്ന ഈ ഫാസിസ്റ്റ് പ്രവണതയിലേക്ക് കുട്ടികളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന, യുവാക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന കൂട്ടായ്മകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങളൊന്നും പറയുന്നില്ല? പുഷ്പനെ കുറിച്ചാണ് അലോഷി പാടിയത്. പുഷ്പനയറിയാമോ, ഞങ്ങളുടെ പുഷ്പനയറിയാമോ, സഖാവിനയറിയാമോ, ആരണഘാതയറിയാമോ. താൻ വിശ്വസിക്കുന്ന ഒരാദർശത്തിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ബലിയർപ്പിച്ച, ഏറെക്കാലം ജീവിതത്തോട് മല്ലിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ചു മരിച്ച പുഷ്പനെ ഒന്നോർത്തുപോയതിൽ എന്താണ് തെറ്റ്?